SIR തീവ്ര ശിക്ഷയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇതൊരു തീവ്ര വധശിക്ഷയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ആ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. ഈ രണ്ടുപേരെ, അനീഷ് ജോർജ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള ഏറ്റുകുടുക്കയിലെ കങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 18ാമത്തെ വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറെയും രാജസ്ഥാനിൽ ജയ്പൂരിലുള്ള മുകേഷ് ജംഗി എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകനെയും കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കാം. ആദ്യം ഞാൻ ഈ ഫോമിലേക്ക് തന്നെ വരാം. ഏറ്റവും സങ്കീർണവും അശാസ്ത്രീയവുമായൊരു ഫോമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന SIR ഫോം. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബിരുദധാരിയായ ആളിന് പോലും ഈ ഫോം എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവില്ല. ഇന്ന് ഞങ്ങൾ ഒരു BLO ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നത് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ പോലും നമുക്ക് നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇതിന് രണ്ടാമത്തെ ഭാഗത്ത് 2002 ഉൾപ്പെട്ടിട്ടുള്ളവരും ഉൾപ്പെടാത്തവരും പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഇതിലൊരു ഭാഗം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അത് നമുക്ക് പൂരിപ്പിക്കാം. അതിൽ വോട്ടറുടെ പേരുണ്ട്, വോട്ടറുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പറുണ്ട്, ബന്ധുവിൻ്റെ പേര്, അത് ആരുടെ പേര്, അച്ഛൻ്റെ പേര് കൊടുക്കാം, പിന്നീട് ജില്ല, ആ ബന്ധം, ഇതെല്ലാം കൊടുക്കാം. അത് നമുക്ക് പൂരിപ്പിക്കാമെന്ന് വെക്കാം. പക്ഷേ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തയാൾ എങ്ങനെ പൂരിപ്പിക്കണം? കോളം തുടങ്ങുന്നത് തന്നെ മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താണെന്ന് ഞാൻ BLOയോട് ചോദിക്കുമ്പോൾ BLOയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ BLO പറഞ്ഞെന്തറിയോ, 2002 തുടങ്ങി 2004 വരെയുള്ള വോട്ടർ പട്ടിക പോയി അന്വേഷിക്കാം. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ 2002 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തയാൾ അയാളുടെ രക്ഷിതാവിന്റെയും ID എഴുതേണ്ട കോളമാണ്. ഈ കോളത്തിലാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. തലക്കോളമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മിനിമം ഉത്തരവാദിത്വം വേണം. സാധാരണക്കാരായ ഒരാളിന് ഇത് വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ലഘൂകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇത് പുറത്തിറക്കുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത് ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്ത ഫോമാണെന്നേ. ഈ ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്തിരിക്കുന്ന ഫോമിൽ സമ്പൂർണ്ണ സാക്ഷരരെന്ന് പറയുന്ന കേരളത്തിലെ വോട്ടർമാർക്ക് ഇത് പൂരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെന്തായിരിക്കും ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി എന്തായിരിക്കും ആസാമിൽ സംഭവിക്കാൻ പോവുക? എന്തായിരിക്കും പശ്ചിമ ബംഗാളിൽ സംഭവിക്കാൻ പോവുക? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് എങ്ങനെയാണോ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം BJP എന്ന പാർട്ടിയെ പിന്തുണച്ചത്, ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വോട്ടർമാരെ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢമായ പദ്ധതിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന SIR ഫോം എന്ന് എനിക്ക് വിമർശിക്കേണ്ടി വരും. ഇത് കാരണം ഇത് മനസ്സിലാവുന്നില്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു നിരക്ഷരായ വീട്ടിൽ 5-6 പേരുള്ള പ്രായമുള്ള ആളുകളുള്ളൊരു വീട്ടിൽ പോയി ഒരു BLO എങ്ങനെയാണ് ഇത് വിശദീകരിച്ചു കൊടുക്കുക? തെറ്റില്ലാതെ ഈ എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിച്ച് വാങ്ങുക? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഫോമിൽ തന്നെയുണ്ട് ഈ പ്രശ്നം. ഇത് സാധാരണ രീതിയിൽ കൊടുത്ത് പെട്ടെന്ന് ഫില്ല് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നൊരു ഫോമാണെങ്കിൽ ഇത് ഇത്ര സമയമെടുക്കില്ല. ഞാനിന്ന് പോയി എൻ്റെ ഒരു സഹോദരിയോട് കൂടിയായ BLO ഓഫീസിലൂടെ സംസാരിച്ചു. അവരൊരു UP സ്കൂൾ ടീച്ചറാണ്. അവർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത്, മോനെ ഇത് എങ്ങനെയെങ്കിലും നീ എവിടെയെങ്കിലും പറയണം. ഇത് ഞാൻ കേരളത്തിലെ മുഴുവൻ BLOമാർക്കുമായി പറയുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു BLOമാരുണ്ടാവും. അവർ ഇതേപോലെ രാവ് പകലാക്കി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ആ ചേച്ചി വീട്ടിലെ പണിയും കഴിഞ്ഞതിനു ശേഷം, ആ വീട്ടിലെ അച്ഛനെയും അമ്മയും നോക്കിയതിനു ശേഷം ഈ രാത്രി മുഴുവൻ ഇരുന്നും ഇത് മുഴുവൻ ആപ്പിൽ കയറ്റിക്കൊണ്ടിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കൂ, ഈ സമയക്രമം എത്ര അസംബന്ധമാണ് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു. നേരത്തെ ജിമ്മി പറഞ്ഞു 24 മാസമെടുത്തൊരു പ്രക്രിയ ഇക്കുറി 20 വർഷത്തിന് ശേഷം 23 വർഷത്തിന് ശേഷം ഒറ്റ മാസം കൊണ്ട് നടത്തണമെന്ന് നിർബന്ധം പിടിക്കുക. 24 മാസം, 30 ദിവസം 24 ദിവസം കൊണ്ട്, അതായത് 700-ലേറെ ദിവസങ്ങൾ കൊണ്ട് ചെയ്ത ഒരു കാര്യം 30 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിന് പിന്നിലെ താല്പര്യം എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിന് സമാനമായൊരു നിഗൂഢ രാഷ്ട്രീയ താല്പര്യം ഇലക്ഷൻ കമ്മീഷണർക്കുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതിലെടുത്തിരിക്കുന്ന ഷെഡ്യൂളോ, ആസൂത്രണത്തിലിരിക്കുന്ന ഷെഡ്യൂള് ഞാൻ ഇന്നിപ്പോൾ ആ BLOയോട് ചോദിക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞു ഫോം 4-ാം തീയതി കൊടുത്തു ഇവരുടെ കയ്യിൽ. എത്ര കെട്ടാ കൊടുത്തെന്നറിയാമോ? ആദ്യം ഒരു 300 ഫോം കൊടുത്തു. ആ 300 ഫോം കൊടുത്തപ്പോൾ ഒരു പ്രശ്നം. 6-7 കുടുംബങ്ങളുള്ള വീട്ടിൽ പോകുമ്പോൾ അവിടെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും കാണും, ചേട്ടൻ്റെയും മുത്തശ്ശിയുടെയും കാണത്തില്ല. ആ ഫോം പിന്നെ കൊടുക്കുന്നത് 2ാമത്തെ തവണ കൊടുക്കുന്ന ഫോമിനകത്താണ്. ഈ വീട് കഷ്ടപ്പെട്ട് ഈ BLO പോയി കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും 2ാമത്തെ സെറ്റ് കൊടുക്കുമ്പോഴാണ് വീണ്ടും പോയി വീട്ടിൽ പോകണം. ചിലപ്പോൾ അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള വീടായിരിക്കും. ഈ ബൂത്തിൻ്റെ ഈ മലയും കുന്നും കയറി രാത്രി പകലാക്കി മനുഷ്യർ വിളക്ക് വേണ്ടി നടക്കുക. എന്തിനാ? BLOമാർ ഈ പറയുന്ന പേര് ചേർക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയോ, ആദ്യം 4-ാം തീയതി ഫോം കൈ കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഷെഡ്യൂൾ ഇട്ടു 11-ാം തീയതിക്ക് മുമ്പ് ഫോം തിരിച്ചു കൊടുക്കണം.
പറ്റൂല എന്ന് കട്ടായം പറഞ്ഞു. 20% പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ ദിവസം ചില ബിഎൽഒമാർ പോയി അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി പൂരിപ്പിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ പോയി ഇവർ പൂരിപ്പിച്ച് തിരിച്ചെടുത്ത് വന്ന് വീട്ടിൽ അവസാനം എണ്ണി നോക്കുമ്പോൾ 22 ഫോം. ഒരു ദിവസം 22 ഫോമേ പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. മൊത്തം 30 ദിവസം കൊണ്ട് എത്ര ഫോം പൂരിപ്പിക്കണം? 1200, 1300, ചിലയിടങ്ങളിൽ 1600. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ഈ അനീഷ് ജോർജിന് മാത്രം 1149 ഫോം പൂരിപ്പിക്കാനുണ്ടായിരുന്നു. 417 വീടുകൾ കയറാനുണ്ടായിരുന്നു. അതിൽ ഇനി 245 ആ മനുഷ്യന് ബാക്കിയുള്ളൂ. അത്രയും അദ്ദേഹം ചെയ്തു. ഒരു സാധാരണ UP സ്കൂളിലെ ഒരു പിയൂണായ അത്യാവശ്യം മിനിമം മാത്രം സംസാരിക്കുന്ന, ആരുമായിട്ടും ഒരു തല്ലിനും പിടിക്കും പോവാത്ത, ആ രീതിയിൽ ഒന്നും തന്നെ പുറം ലോകവുമായിട്ട് ഒരുപാട് ബന്ധമില്ലാത്തൊരു സാധു മനുഷ്യനാണ് അനീഷ് ജോർജ്. ആ മനുഷ്യൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടി ഏകദേശം 77% അദ്ദേഹം പൂർത്തിയാക്കി, രാവു പകലാക്കി. എന്നിട്ടും ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോകുമ്പോൾ കിട്ടുന്നത് റെഡ് വരയാ, ചുമന്ന വര. എന്നിട്ട് പറയാണ്, നിങ്ങളിത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ജോലി തെറിപ്പിച്ചു കളയും എന്നുള്ള ഭീഷണിയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത്. ആരുടെയൊക്കെ? തഹസീൽദാർമാരുടെ, ഡെപ്യൂട്ടി തഹസീൽദാർമാരുടെ, വില്ലേജ് ഓഫീസർമാരുടെ ഒക്കെ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവരാരാ? ഒരു മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, കന്നുകാലിയെ പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നതെന്നാണ്. കന്നുകാലിയെ പോലെയാണ് ഉത്തരവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏമാമാരറിയാൻ ഒരു കാര്യം, ഈ വീട്ടിലും ഈ നാട്ടിലുമൊക്കെയുള്ള ഈ BLOമാരെന്ന് പറയുന്നത് അവർ വളരെ സാധാരണക്കാരായ ക്ലാസ് 3 ജീവനക്കാരാണ്. ഇവരെ തീരുമാനിച്ചതിനും പിശക് പറ്റിയില്ലേ? നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നൊരു പണി അവർക്ക് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ അറിയാം, അവിടെ നിന്ന് പോയവരെ അറിയാം. ഇതങ്ങനെയല്ല. ഇന്ത്യ വരെ ഈ പണിക്ക് പോവാത്ത ഒരു ക്ലാസ് 3 ജീവനക്കാരനെ പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾക്കൊരു വാർഡും അലോട്ട് ചെയ്തിട്ട് പറയാം. അയാളുടെ പഞ്ചായത്തിൽ വേറെ ഏതോ ഒരു വാർഡാണ്, അയാൾക്ക് ആ പഞ്ചായത്തിൽ അയാളുടെ വാർഡിലുള്ള മുഴുവൻ ആളുകളെ പോലും അറിയണമെന്നില്ല. മറ്റൊരു വാർഡിലേക്ക് ഇയാളെ ഡെപ്യൂട്ടി ചെയ്യാണ്, അതും ഇവരുടെ താല്പര്യമില്ലാതെ. ഇവർക്ക് പോസ്റ്റിംഗ് അടിച്ചു കൊടുക്കുക, പറയുകയാണ് എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ഇവരെ ഒന്നും ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അത്രമേൽ ക്രൂരമായൊരു സമീപനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ കൈക്കൊണ്ടതെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ സമയക്രമം നിശ്ചയിച്ചതിലുള്ള തെറ്റ്, അതിനുശേഷം ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, ഫോമെല്ലാം തിരിച്ചു വാങ്ങേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി 24-ാം തീയതിക്ക് മുമ്പ് ആ എന്യൂമറേഷൻ ഫോമിൽ നിന്ന് വാങ്ങി അതിൻ്റെ തെറ്റുകൾ തിരുത്തി അത് മുഴുവൻ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ആപ്പിൽ ഡിജിറ്റലൈസ് ചെയ്ത് 24-ാം തീയതിക്ക് മുമ്പ് ക്ലാസ് 3 ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സാധാരണ വില്ലേജ് അസിസ്റ്റന്റ് ആണ്. ചില ആളുകൾ കുറച്ചുകൂടിയൊക്കെ കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിരിക്കും. 10-48-50 വയസ്സുള്ള ഈ UP ജീവനക്കാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ, അവർക്ക് ഇതിനകത്തൊന്നും വലിയ പ്രാവീണ്യമില്ല. ഇത്രയും വേഗത്തിലൊന്നും അവർക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ തീരുമാനിച്ചത്. വേറൊരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോ, ഇരട്ടിപ്പണിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ BLOമാർ. ഈ 25,000-ൽ എനിക്ക് തോന്നുന്നത് 60% വരുന്നത് സ്ത്രീകളാണ്. അതായത് അധ്യാപകരെയാണ് പെട്ടെന്ന് പിടിച്ചിരിക്കുന്നത്. എളുപ്പം അവരെ ഒരു ഓർഡർ അടിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ കൂടുതലുള്ളതും അധ്യാപികരാണ്. ആ അധ്യാപികമാരുടെ കയ്യിൽ ഈ ഫോം കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ, നിർഭാഗ്യവശാൽ നമ്മളുടെ ജീവിതത്തിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള സാമൂഹിക ഘടനയനുസരിച്ച് ഇവരിവിടെ വീട്ടിലെ ഈ കൂലിയില്ല പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. കുഞ്ഞുങ്ങളെ നോക്കണം, രക്ഷിതാക്കളെ നോക്കണം, അതിനുശേഷം ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ വീട്ടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കണം. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇരട്ടിപ്പണിയാണ്. അവർ ആ വീട്ടിലെ പണിയും ചെയ്ത് രാവിലെ 4 മണിക്ക് ഒരു BLO എന്നോട് വിളിച്ചു പറയാണ്, ഒരു ചേച്ചി എന്നോട് വിളിച്ചു പറയാണ്, രാവിലെ 4 മണിക്കാണ് മോനെ എഴുന്നേൽക്കുന്നത്. വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഈ ഫോമുമായിട്ട് കുത്തിയിരിക്കും. പിന്നെ പിള്ളേരെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ഓട്ടമാണ്. 7-8 മണി ആകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ബൂത്ത് ലെവൽ ഏജന്റിനെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, നേരെ പോവാണ്. അവർക്കറിയാത്ത വീട്ടിൽ, ചില വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇല്ല, ഒറ്റയ്ക്ക് പോവാണ്. ഈ മേൽവിലാസം ഒക്കെ കണ്ടുപിടിച്ച് പോവാണ്. ചിലപ്പോൾ ഭർത്താക്കന്മാർ കൂടി വരും, ഭാര്യമാരുടെ കൂടെ ആണെങ്കിൽ. രാവിലെ പോകുന്നത് വൈകുന്നേരം എത്തുമ്പോൾ 7-7:30 സമയം. അതിനിടയ്ക്ക് കുട്ടി തിരിച്ച് വീട്ടിൽ വരും, വീട്ടിലുള്ള രക്ഷിതാവിന് മരുന്നെടുത്ത് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെ പണിയെല്ലാം പൂർത്തിയാക്കി 10 മണിയാകുമ്പോൾ ഇത് ഫില്ല് ചെയ്യാനിരുന്ന 2 മണി 3 മണി സമയത്ത് കിടന്നുറങ്ങണം. സമ്മർദ്ദം ഉണ്ടാവൂലേ? ഇതല്ലേ ഈ ജോബ് പ്രഷർ എന്ന് പറയുന്നത്? ഇത്ര തിടുക്കപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ ഇപ്പോഴാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യം വന്നത്? SIR വേണം, SIR നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ സമയം ഷെഡ്യൂൾ ചെയ്യണമെന്നൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴാണ് ബോധ്യം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പ്രശ്നമുണ്ടെന്നേ, ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഈ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന നിസ്സഹകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരിൽ പലരും സംശയത്തിൻ്റെ കണ്ണുകളോട് കൂടിയാണ് ഈ പാവം ബൂത്ത് ലെവൽ ഓഫീസർമാരെ കാണുന്നത്. എനിക്ക് എല്ലാ വോട്ടർമാരോടും പറയാനുള്ളത്, ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ അങ്ങോട്ട് പോയി ചോദിച്ചു വന്ന ഏർപ്പാടല്ല SIR. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അടിച്ചേൽപ്പിച്ചൊരു ജോലിയാണ്. അത് ചെയ്യാൻ വരുന്ന ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിങ്ങൾ മോദിയുടെ ഏജന്റ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് ശിക്ഷിക്കാൻ നിൽക്കരുത്, അവരെ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. അവർ വന്ന് ഈ ഫോം തരുന്നു, അത് നിങ്ങളിത് പൂരിപ്പിച്ച് കൊടുക്കുക. പലർക്ക് സംശയങ്ങളാണ്, ഞങ്ങളെ ഒഴിവാക്കാനല്ലേ നിങ്ങൾ വന്നത്, ഞങ്ങൾ ഒഴിവാക്കില്ലേ? പാവം ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ത് പഠിച്ചു? എൻ്റെ ചേച്ചിയൊക്കെ ചോദിക്കുക, ഞാൻ മോദിയുടെ ഏജന്റ് ആണെന്നും പറഞ്ഞ് ചില വിഭാഗം ആൾക്കാർ പിടിച്ചു നിർത്തിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വകതിരിവുമില്ലാതെയാണ്.
എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു കളക്ടറുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശമാണ്. അയാൾ ടെർമിനേറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടെർമിനേറ്റ് ചെയ്ത് പറയാൻ? ഇയാളാണ് രാജാവാണോ ഈ കളക്ടർ? ഇത്തരം ഉത്തരവാദിത്വമില്ലാതെ, ഒരല്പം പോലും സഹാനുഭൂതിയില്ലാതെ, ഒരു കമ്പാഷനേറ്റ് അല്ലാതെ ഇങ്ങനെയൊരു പ്രൊസീജിയർ നടത്തിയതുകൊണ്ട് ജനാധിപത്യം എങ്ങനെ പൂവണിയും എന്നാണ് ഈ ഉദ്യോഗസ്ഥ പുങ്കവന്മാർ കരുതിയിരിക്കുന്നത്. അങ്ങേറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും UDF ഉം LDF ഉം ഒരുമിച്ച് പറഞ്ഞതല്ലേ. BJP പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ സമയത്ത് പറഞ്ഞത് മാറ്റിവെച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്നാണ്. എന്നിട്ടും ഇത് ഈ സമയത്ത് നടപ്പിലാക്കണമെന്നുള്ള വാശി ആരെ സന്തോഷിപ്പിക്കാനാണ്? ആർക്കു വേണ്ടിയാണ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്കൊക്കെയുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മുടെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ, രക്ഷിതാവായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ ചവിട്ടിത്തേക്കുന്ന ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ഇത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന BLOമാരടക്കം ആത്മഹത്യ ഒന്നിനും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമേ അല്ല. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. നിങ്ങൾ ഇന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് പോലെ ഈ പൊതുസമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട്. നാളെ മുതൽ ഈ BLOമാർ വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പൊതുസമൂഹം ഇറങ്ങുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിവരവും ഉണ്ടാവില്ല. ഇവരെ നിയന്ത്രിച്ചു നിർത്തുന്ന ഈ കളക്ടർമാർ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു സഹാനുഭൂതിയും ഉണ്ടാവില്ല. പക്ഷേ ഇതേപോലെയുള്ള സ്ത്രീകളായിട്ടുള്ള BLOമാർ എത്തുമ്പോൾ അവരോട് അല്പം കരുണയും അവരോട് സഹകരിക്കാനുള്ള മനോഭാവമെങ്കിലും ഇനി നിങ്ങൾ കാട്ടണം. അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൊരു വഴിയുള്ളൂ. കോടതിയിൽ പോയി, പക്ഷേ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വരുമെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. എന്തായാലും നിർഭാഗ്യകരമായി പോയി. ഇത് ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഞാണിന്മേൽ കളിയാണ്. ഈ ദിവസം ഒന്ന് കഴിഞ്ഞെങ്കിൽ എന്ന് കരുതിയിരിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ 2 കൊലകളുടെയും ഉത്തരവാദിത്വം പരോക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമരഹിതമായ ആസൂത്രണത്തിലാണ്. Meet the editors.